ആമേ ആ കറിയൊക്കെ വെച്ച് ഇന്ന് ഞാനാണ് അടുക്കള കയറിയത്. വിരുന്നൊക്കെ കഴിഞ്ഞല്ല. അപ്പൊ ഇന്ന് അമ്മ എന്നോട് പറഞ്ഞ് അടുക്കള കയറിക്കോ, എന്താന്ന് വെച്ച് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞ ഇഷ്ടത്തിന്. ആ ഞാനിന്ന് നമ്മള് വീട്ടിലുണ്ടാക്കൂലേ പരിപ്പാറ്, അതുണ്ടാക്കി. പിന്നെ വെണ്ടൊക്കെ എടുത്ത് ഒലത്തേം ചെയ്ത്. ഞാൻ തിന്നൊക്കെ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ എന്താ വെച്ച്? അച്ഛൻ ജോലിക്കൊക്കെ പോയാ? അമ്മ ഞാൻ വിളിക്കാട്ടാ, പിന്നെ വിളിക്കാം. ശരി എന്നാ. നീ ഇതാരെയാണ് വിളിക്കണത്? ഞാൻ വീട്ടിലേക്ക് വിളിച്ചതാണ്. വീട്ടിൽ വിളിക്കുന്ന ഞാൻ വരുമ്പോ നീ എന്തിനാണ് കട്ട് ചെയ്തേ? അല്ല, അമ്മ വന്നപ്പോ പിന്നെ അമ്മക്ക് എന്നോട് എന്ത് പറയാനുണ്ടല്ലാന്ന് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത്. അതൊന്നല്ല, ഇവിടുത്തെ വല്ല കുറ്റം പറയാനായിരിക്കുള്ളൂ. ഇല്ലമ്മേ, ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ഇന്ന് കറി വെച്ചതും അതൊക്കെ ഞാൻ അമ്മനോട് ഇങ്ങനെ പറയായിരുന്നു. പിന്നെ അമ്മ അവിടുത്തെ കറി വെച്ച കാര്യവും അച്ഛൻ ജോലിക്ക് പോയെന്നൊക്കെ ഞാൻ ചോദിച്ചോളൂ. അല്ലാതെ ഇവിടുത്തെ എന്ത് കാര്യമാണ് ഞാൻ വിളിച്ചു പറയാനായിട്ട്. എന്നിട്ട് നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞ്. എന്ത് കറിയാ വെച്ചേക്കണത്? ഓ, വെണ്ടക്കേ? ഈ വെണ്ടക്ക ഇങ്ങനെ വെളുത്തണമെന്ന് അച്ഛന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അച്ഛന് തീയലാണ് ഇഷ്ടം. ഇതെന്തെന്ന് കറിയാണെന്നാവോ? അയ്യേ, ഇതെന്ത് ഇങ്ങനത്തെ കളറ്? മഞ്ഞ കളറാ. ഷോ, ഇവിടൊക്കെ ചുമന്നിരിക്കും പൈപ്പൊക്കെ. ദൈവമേ, ഇതൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ എന്നോടൊന്ന് ചോദിച്ചൂടെ? അല്ലമ്മ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കണത് ഇതേപോലെയാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അത് നിങ്ങളുടെ അവിടെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ അച്ഛന്റെ ഇഷ്ടത്തിനാണ് എല്ലാരും ഉണ്ടാക്കണത്. അച്ഛൻ എന്താന്ന് വെച്ചാ വേറെ ഉണ്ടാക്കാം. അയ്യോ, ഇനി ഒന്നും ഉണ്ടാക്കണ്ട. മോളിന്ന് ഇവിടുന്ന് പോയി തന്നാ മതി, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ഇതൊക്കെ ഉണ്ടാക്കണ മുമ്പ് ചോദിക്കണം അച്ഛൻ എന്താണ് ഇഷ്ടമെന്നൊക്കെ. വേണ്ട, മോളങ്ങോട്ട് പോയേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കി വെച്ചേക്കണില്ലേ? എന്ത് വന്ന് നിക്കണം, ഞാൻ ഉണ്ടാക്കിക്കോളാം. പോ പോ. ഉണ്ടാക്കിയേക്കണില്ലേ? ഒരു ചെറുക്കന്റെ പൈസ കളയാനോട് ഇഷ്ടംമാര് സാധനങ്ങൾ മേടിച്ചു വെച്ചേക്കണല്ലേ, അതൊക്കെ നശിപ്പിക്കും സാധനം. ഇതൊക്കെ ഇനി കാട്ടിക്കൊണ്ട് കളയാം. അമ്മ ബുക്ക് വായിക്കണ? അതെ, ഞങ്ങ പുറത്തു പോയപ്പോഴേ അമ്മക്കൊരു സാരി മേടിച്ചു നോക്കിയേ. സാരിയാ? അയ്യേ, ഇതെന്തുട്ട് കളറാണ്? ഈ കളറൊന്നും എനിക്ക് ചേരൂല. ഇല്ലാമ്മ, ഇപ്പോഴത്തെ മോഡല് സാരിയാണ്. ഇപ്പൊ ഇങ്ങനത്തെ സാരിയാണ് ട്രെൻഡ്. ഈ കളറാണെങ്കിൽ നമുക്ക് നല്ലോണം ചേരും. അമ്മ വെളുത്തതല്ലേ, സാരി എന്തായാലും ചേരും. അതുകൊണ്ടാണ് മേടിച്ചത്. വെളുത്തത് അത് നിന്റെ ഇഷ്ടത്തിനാണ് നീ സാരി ഈ കളറൊക്കെ മേടിച്ചത്. എനിക്ക് ഈ കളറൊന്നും എനിക്ക് ഇഷ്ടമല്ല. വെളുത്താന്ന് പറഞ്ഞിട്ട് മേടിച്ചോണ്ട് വന്നേക്കണൊക്കെ ഉണ്ടല്ലേ, എന്തിനുള്ള ഇത്? അതൊക്കെ പോവാൻ മേടിക്കുമ്പോ എന്നോട് ചോദിക്കണ്ടേ? കളർ ഏതാണ് ഇഷ്ടം, നമുക്കൊരു സാരി എടുക്കാൻ പോണേണ്, കളർ ഏതാണ് ഇഷ്ടം, അതൊക്കെ ചോദിക്കണ്ടേ? ഇത് ചോദിക്കാണ്ട് പോയി മേടിച്ചോണ്ട് വന്നേക്കണം. ഇത് എന്തിനുള്ള ഇത്? അല്ലാമ്മ, ഞാനേ ഒരു ചുരിദാർ മേടിക്കാൻ വേണ്ടി കേറിയതാണ്. അപ്പൊ ഈ സാരി കണ്ടപ്പോ നമുക്ക് ചേരുമെന്ന് തോന്നി, അങ്ങനെ മേടിച്ചതാണിത്. അതൊന്നല്ല, ഇപ്പൊ ചുരിദാറൊക്കെ മേടിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയുമല്ലോന്ന് വിചാരിച്ചിട്ട് മാത്രം നിന്റെ ഇഷ്ടത്തിന് ഒരു സാരി മേടിച്ച്, അത് തന്നെയാണ്. അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അമ്മ അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മനോട് എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഈ സാരി മേടിച്ചത്. കടയിൽ വെച്ച് മര്യാദക്ക് അമ്മനെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കളർ എന്താണെന്ന്. പോട്ടെ, ഇതേ നമുക്ക് നാളെ തന്നെ പോയി മാറ്റാം. നമുക്ക് രണ്ടുപേർക്കും പോയി മാറ്റിയിട്ട് പുതിയത് മേടിക്കാം. അമ്മക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാല് അമ്മ നോക്കിയെടുത്തോ. പിന്നെ ഇനി ഇതും ചുമന്ന് വെയിലത്ത് നടക്കാൻ പോണല്ലേ, ഒന്നാമത് മനുഷ്യന് വയ്യ. ഞാൻ വന്നൊന്നുമില്ല. ഇതൊരു കാര്യം ചെയ്യാം, അലമാരുള്ളിൽ കയറ്റി വെക്കാം. എന്റെ മോള് വരുമ്പേ ഇത് വെട്ടി ചുരിദാർ തയ്ച്ചോളൂ, അതേ പറ്റുള്ളൂ. സാരി മേടിച്ചോണ്ട് വന്നേക്കാം. എന്തായാലും കുറച്ച് കാന്താരിമുളക് പറിക്കാം. വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ അച്ഛനോണ്ട് കൊടുക്കാം. അച്ഛന് ഇത് ചൊറക്കയിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആണെങ്കിൽ ആരും എടുക്കാറില്ല, വെറുതെ നശിപ്പിച്ച് കളയണം. എന്തായാലും കുറച്ച് പറിക്കാം.
അല്ല ഇവളിത് എവിടെ പോണ് കവറൊക്കെ ആയിട്ട്? ആ ചെന്ന് നോക്കാം. ഓ എടുക്കാത്തൊന്നല്ല, ചുമൊന്നും പോയല്ല. വെറുതെ എന്തിനാണ് ഇതൊക്കെ നശിപ്പിച്ചോളത്? അച്ഛനാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് അച്ഛന് ഭയങ്കര സന്തോഷം കൊണ്ടുപോയി കൊടുക്കുമ്പോ. അല്ലേ ഇവിടെ എന്താ പരിപാടി? അല്ല അമ്മേ, ഞാൻ കുറച്ച് കാന്താരിയോട് പറിക്കണാണ്. അല്ല ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോല, വീട്ടിൽ പോകുമ്പോ അച്ഛന് കൊടുക്കാനാണ്. അച്ഛന് ഇത് ചൊറുക്കല് ഭയങ്കര ഇഷ്ടമാണ്. ചോറൊക്കെ തിന്നുമ്പോ ഇത് ഒരെണ്ണം മതി അച്ഛന്. അതെ, 1 കിലോ കാന്താരി മുളകിന് എത്ര രൂപയെന്നറിയോ? 400 രൂപയാണ്. നിന്റെ അച്ഛന് ആശ തീർക്കണമെങ്കിലേ കടയിൽ പോയി പൈസ കൊടുത്ത് മേടിക്ക്. അല്ലാണ്ടേ ഞാൻ നട്ട് വളർത്തിയൊന്നും കൊണ്ടുപോകാൻ നിക്കണ്ട. അല്ലാമ്മ ഇത് വെറുതെ നശിഞ്ഞു പോണല്ലേ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നശിഞ്ഞു പോട്ടെ, ഞാൻ വളർത്തിയതല്ലേ, പോക്കോട്ടെ. അതിന് നിനക്കെന്താണ്? 2-3 എടുത്തു ഇപ്പൊ എന്താണ്? അതൊന്നും കൊണ്ടുപോകണ്ട, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. പോണെങ്കി പോട്ടെ, വീട്ടിൽ കൊണ്ടുപോകണ്ട. അല്ല അപ്പൊ അമ്മ വരുമ്പോ ഇതൊക്കെ എടുത്തോണ്ടും പോവാറുണ്ടല്ലോ, അമ്മ ഒന്നും പറയാറുമില്ല. അതെ, അവള് എന്റെ മോളാണ്, അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, അപ്പോൾ കൊണ്ടുപോകും. അമ്മ എന്താണ് മാം ഇങ്ങനെയൊക്കെ പറയണത്? അപ്പൊ എനിക്ക് ഈ വീട്ടിലൊരു അവകാശം ഇല്ലേ? ഇല്ല, നിനക്ക് ഈ വീട്ടിൽ അവകാശമില്ല. നീയേ വന്ന് കേറിയതല്ലേ. അതെ, കൂടുതലൊന്നും തർക്കിക്കാനൊന്നും നിക്കണ്ട. ഇവിടുന്ന് ഒരു സാധനവും തന്നെയില്ല. കാന്താര്യങ്ങൾ എടുക്കാൻ വന്നേക്കണ ചൂട്. ഓ അല്ല ഇതാരാണ് വന്നത്? കൊറിയറാരം വന്നതാണമ്മേ. ഇതെന്താണ്? ഇതൊരു ചുരിദാറ്. ചുരിദാറാ? എന്റെ ദൈവമേ, കഴിഞ്ഞ ആഴ്ചയല്ലേ നീ കൊണ്ടക്കണെങ്കിൽ ഇത്ര ചുരിദാറും സാധനങ്ങളൊക്കെ മേടിച്ചത്? എന്നെ പറ്റിക്കാൻ ഒരു സാരിയും മേടിച്ച്. എന്തിനാണ് പിന്നെ ഇത് മേടിച്ചത്? ആ ചെറുക്കന്റെ പൈസ കളയാനായിട്ട്? അതെ, വെറുതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാം. എന്റെ മോന്റെ പൈസ പോണത് അതല്ല ചിന്തയുണ്ടാ? ചുരിദാറ് മേടിച്ചേക്കണം. എന്റെ അമ്മ ഇത് എന്തൊക്കെയാണ് പറയണത്? ഇതേ എനിക്കല്ല, പിന്നെ ആർക്കാണ്? അനീത്തിക്ക്. അങ്ങനെ വരട്ടെ. വീട്ടിൽ പോണ സമയമായപ്പ നിന്റെ അനീത്തിക്ക് ഓർഡർ ചെയ്ത് സാധനം എത്തിച്ച്. ഹോ, നീ ഭയങ്കരം തന്നെ. എന്നാൽ നിന്നെ സമ്മതിച്ച്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ല. എന്റെ മോനൊരു പെൺകോന്തനായി പോയില്ല. അല്ല, അവനൊരു അനീത്തി ഉണ്ട്. ആ കൊച്ചിനെ വല്ലതും മേടിക്കോ? അതൊന്നുമില്ല. അവള് കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞാണ് കല്യാണം കഴിഞ്ഞ പിന്നെ ചേട്ടന് ഒരു സാധനവും മേടിക്കണില്ലെന്ന്. അതെങ്ങനെയാണ്? കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ മേടിച്ചു കൊടുക്കണല്ലേ എല്ലാ സാധനവും. വീട്ടിൽ പോകുമ്പോ ഇവിടുന്ന് കൊണ്ടുപോയി. ഹോ, എന്റെ മോന്റെ ഒരു അവസ്ഥ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും വീട്ടിൽ പോണതേ നടക്കില്ല. എന്റെ മോന്റെ പൈസ കളയാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ പോലെ മനസ്സിലാവണ്ട നിനക്ക്? എന്റെ അമ്മ ഇന്റർനെറ്റാണ് ഈ പറയണത്. ഈ കൊറിയറേ എന്റെ അനിയത്തിക്കുള്ളതല്ല, ഇവിടത്തെ അമ്മൂനുള്ളതാണ്. എന്ന് വെച്ചാൽ അമ്മയുടെ മോക്ക്. അമ്മൂനുള്ളതാ? അതെ, അമ്മൂനുള്ളത്. ഇതേ അവക്ക് ഓൺലൈനിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരെണ്ണം ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കണമെന്ന്. അങ്ങനെ ചേട്ടൻ അവക്ക് വേണ്ടി മേടിച്ചതാണ് ഇത്. അത് നിനക്ക് നേരത്തെ പറയാറുന്നില്ലേ? ഇത് ഇങ്ങോട്ട് തന്നേക്ക്. നീ എന്തായാലും വീട്ടിൽ പോണല്ലേ, അവള് വരുമ്പേ ഞാൻ ഇത് കൊടുത്തോളാം. ഇപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലേ? ഇത്ര നേരം എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത്? ഇത് എന്റെ അനിയത്തിക്കാണ് മേടിച്ചിട്ടുണ്ടെന്ന്. എന്റെ മോന്റെ പൈസ പോകും, വെറുതെ എന്റെ മോന്റെ പൈസ കളയാനാണ്. ഇപ്പൊ അമ്മൂനാണെന്ന് പറഞ്ഞപ്പ അമ്മക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ മോന്റെ പൈസ പോണേല് അമ്മക്കൊരു സങ്കടവും ഇല്ലേ? നീ പറയണത് അവരാങ്ങളെയും പെങ്ങളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേടിച്ചു കൊടുക്ക. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നീ നിൽക്കാണ്ടേ വീട്ടിൽ പോകാൻ നോക്ക്. നല്ല മഴക്കാറുണ്ട്. അവള് ചൊറിയാൻ മതി. സ്വന്തം മോക്കാന്ന് പറഞ്ഞപ്പ ഇപ്പൊ നമുക്ക് ഒരു കുഴപ്പമില്ല. മോന്റെ പൈസ പോണേല് ഒരു സങ്കടവും ഇല്ല. നോക്കിത്തിരി ഊറ്റല് കൂടുതലാണ്. എന്ത് സാധനം ഇഷ്ടപ്പെട്ടാലും അപ്പ വിളിക്കും, അങ്ങനെ അത് വേണം ഇത് വേണോന്ന് പറഞ്ഞു. അതൊക്കെ മേടിച്ചു കൊടുക്കണേല് അമ്മക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരുമ്പോഴാണ് അമ്മയുടെ മോന്ത ഇത്ര വീർക്കണത്. ഇതെന്താണ് ഇവിടെ കയറിയിരിക്കണത്? ഞാൻ എത്ര നേരം വിളിക്കണ? എന്തുറ്റി മുഖമൊക്കെ മാറിയിരിക്കണത്?
ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? നമുക്ക് ഈ വീട്ടിൽ നിക്കണ്ട, നമുക്കൊരു വാടക വീട്ടിലേക്ക് പോകാം. എന്ത് പറ്റിയത്? എല്ലാ പെണ്ണുങ്ങളെ പോലെ തന്നെ വീട് രണ്ടാക്കി ഇവിടെ നിന്ന് മാറണമെന്നുള്ള ചിന്തയാണോ നിനക്ക്? അതുകൊണ്ടല്ല, ഞാനും അമ്മയും തമ്മില് ചേർന്ന് പോകില്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. ഇന്നും അതെ, നമ്മളെ വായന്നിരിക്കണ മൊത്തം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത്. അമ്മക്ക് എന്നെ ഇഷ്ടമല്ല. അമ്മക്കാണ് അത് നിനക്കാണ്? എന്തൊക്കെയാണ് കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നത്? ചേട്ടന്റെ സ്വന്തം അച്ഛനെയും അമ്മനെയും എന്റെയും സ്വന്തം അച്ഛനമ്മനെ പോലെ കണ്ടോളാം, അനിയത്തിനെ സ്വന്തം അനിയത്തിനെ പോലെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ ആളാണല്ല. ഇത് എന്തു പറ്റി? കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോ തന്നെ എല്ലാം മാറിയ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നപ്പ ഇവിടുത്തെ അമ്മന ഞാൻ എന്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത്. അതേപോലെ തന്നെ അച്ഛനെ ഞാൻ എന്റെ സ്വന്തം അച്ഛനെ പോലെ, ചേട്ടന്റെ പെങ്ങളെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് കണ്ടത്. അവളെ സ്നേഹിക്കണേക്കാളും ഇരട്ടിയായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ സ്നേഹിച്ചിരുന്നത്. പക്ഷെ ഇല്ലേ, ഇവർക്ക് ആരും തിരിച്ചെന്നെ സ്നേഹിക്കണില്ല. അമ്മ തന്നെ വന്ന അന്ന് മുതൽ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങിയാണ്. ഞാൻ എന്ത് ചെയ്താലും അതിലൊക്കെ കുറ്റം. എന്തിന്? എന്റെ സ്വന്തം വീട്ടിലേക്ക് 2 കാന്താരി മുളക് പറിച്ചപ്പോഴില്ലേ അമ്മ എന്താണ് പറഞ്ഞെന്നറിയോ? നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നിന്റെ അച്ഛന് കാശ് കൊടുത്ത് മേടിക്കാൻ പറയാം. ആ അമ്മ വരുമ്പോ ഇവിടുന്ന് എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാറുണ്ട്. അതിന് ആർക്കും ഒരു കുഴപ്പമില്ല, അത് അവളുടെ സ്വന്തം വീടാണെന്ന്, ഇത് എന്റെ വീടല്ലാന്ന്. അങ്ങനെയാണ് അമ്മ എന്റെ അടുത്ത് പറഞ്ഞത്. ചേട്ടനറിയോ, അച്ഛനും അതെ, എന്നെ കണ്ണിന് നേരെ കണ്ടൂടാ. ഞാനിവിടെ TV വെക്കേ എന്ത് ചെയ്താലും അച്ഛൻ അപ്പൊ തന്നെ വന്ന് അതെടുത്ത് മാറ്റും. പക്ഷെ ഇല്ലേ, അമ്മ ഇവിടെ വന്നാല് അവർക്ക് ഇഷ്ടമുള്ളത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് കാണാം, അതിനൊക്കെ ഒരു കുഴപ്പമില്ല. ഓരോ മാസം അമ്മന് എന്തൊക്കെ മേടിച്ചു കൊടുക്കണെന്നറിയോ? എനിക്ക് എന്തെങ്കിലും വേണോന്നാ എന്തെങ്കിലും ഒന്ന് മേടിച്ചു തരേ ഒന്നും ഇത്രയും നാളായിട്ടും അച്ഛൻ ചെയ്തിട്ടില്ല. ഞാൻ അവരെ എങ്ങനെയൊക്കെ അച്ഛനും അമ്മയായിട്ട് കണ്ടാലും അവരെന്നെ അങ്ങനെ കാണൂല. അവർക്കാകെ ഒരു മോളുള്ളൂ, അത് അവരുടെ അമ്മയാണ്. അല്ല, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ മാറ്റിയെടുക്കാൻ പറ്റൂലേ? ആ ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഇവരൊരിക്കലും മാറൂല. ഞാൻ ഒരാൾ വിചാരിച്ചിട്ടേ കാര്യമില്ല, വീട്ടിലുള്ളവരും കൂടി വിചാരിക്കണം, എന്നാലേ ആ വീടൊരു സ്വർഗവുള്ളൂ. ഇനി ഇവിടെ നിന്നാല് ഞാനും അമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി വെറുതെ സ്വരച്ചേർച്ചുണ്ടാവും. അതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണേണ്. ചേട്ടനൊന്ന് ആലോചിച്ചു നോക്ക്. അതെ, ഇവിടെ ഈ ഭാര്യ പറഞ്ഞതല്ലേ ശരി. വീട്ടിൽ വന്നു കയറുന്ന പെണ്ണു മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുണ്ടാകണമെങ്കിൽ ആ വീട്ടിലുള്ളവർ കൂടി വിചാരിക്കണം. ഇവിടെ തൻ്റെ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി കാണുവാൻ ആ മരുമകൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ മരുമകളെ സ്വന്തം മകളായി കാണുവാൻ ഈ അമ്മായിയമ്മക്ക് കഴിയുന്നില്ല. ഇത് തന്നെയാണ് ഒരു മിക്ക വീട്ടിലെയും പ്രധാന പ്രശ്നം. ഒരു തരത്തിലും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ മനസ്സമാധാനം കിട്ടാതെയാകുമ്പോഴാണ് പെൺകുട്ടികൾ പറയുന്നത് നമുക്ക് വീട് മാറി താമസിക്കാമെന്ന്. അതിൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കുകയുമില്ല. സന്തോഷവും സമാധാനവും ഇല്ലാതെ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.